ശാലിനി ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണ്. അച്ഛൻ ഇത് ആരെയും പേടിക്കുന്നേ? അച്ഛനൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛാ ഇല്ല, എന്നെ അവര് കൊണ്ടുപോകും, എന്നെ അവര് പിടിക്കും. ഞാൻ തുറക്കൂല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ? അച്ഛൻ വാതിൽ തുറക്കച്ച. അച്ഛൻ എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശിവേട്ടൻ എന്താ എന്താ പ്രശ്നം? എന്താ ശിവേട്ട, അച്ഛൻ വാതിൽ തുറക്കുന്നില്ല. മുറി അടച്ചകത്തിരുന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ആരൊക്കെ വരുമെന്നോ പിടിക്കുമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. വേലേട്ടാ, ഞാൻ ശിവനാണ്. ചേട്ടാ, നിങ്ങൾ ആരെയാ പേടിക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ വന്ന് വേലാതേട്ടനെ കൊണ്ടുപോകാൻ ആര് വരാനാ? ഒരാളും വരില്ല. വേലാതേട്ടാ, വാതിൽ തുറന്നേ. ഇല്ല, ഞാൻ തുറക്കൂല. ഞാനിപ്പോ ചവിട്ടി തുറക്കുവേ. ഞാൻ തുറക്കൂല. കേറി നോക്കണോ? സാർ, എന്താ സാറേ, എന്താ കാര്യം? മോഷണം. വേലേതിനിവിടെ? വേലായുധേട്ടനകത്തുണ്ട്. വാതില് തുറക്കുന്നില്ലായിരുന്നു. ഞങ്ങള് പറഞ്ഞു തുറപ്പിക്കാൻ നോക്കിയായിരുന്നു. ഇനി നിങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തുറന്ന് അവനെ എടുത്തോളാം. വേലായുധ, വേലായുധ, മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാണ് നിന്നോട് പറഞ്ഞത്. ഇതിനകത്തുണ്ടോ അയാള്? അല്ലെങ്കിൽ ചവിട്ടി തുറന്ന് ഞാൻ നിന്നെ കസ്റ്റഡിയിലെടുക്കും. സാറേ, ഭീഷണി മുഴക്കിയ വേലായുധ ഇതിനകത്ത് കെട്ടിത്തൂങ്ങും. എങ്കി നിന്റെ ഭാര്യയും മോളെയും ഞാനിങ് എടുക്കുക. നിനക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളൊക്കെ ഞാൻ അവരുടെ തലയിൽ കെട്ടിവെക്കും. നീ ഇറങ്ങി വരുന്നോ ഇല്ലയോ? നിന്റെ ഭാര്യയും മോളെയും കോടതി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വാതിൽ തുറക്കടാ. വാതിൽ തുറക്കണം. തൃക്കരിപ്പൂർ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന ദേവരുടെ കാശ, സത്യമുള്ള കാശ്. അതുകൊണ്ടാണല്ലോ രണ്ടുപേരെയും പൊക്കാൻ പറ്റിയത്. സാറേ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. വന്നപ്പോ മുതൽ മുറിയിൽ കയറി വാതിലടിച്ചിരിക്കുക. ചോദിക്കുമ്പോ പേടിയായിട്ടാണെന്ന് പറയുന്നത്. അവന്റെ പേടിയൊക്കെ ഞാനിപ്പോ മാറ്റിത്തരാം. പേടി മാത്രമല്ല, അവനെ തന്നെ ഇന്ന് ഞങ്ങൾ മാറ്റിയെടുക്കും. വേലായുധ, നീ തുറക്കുന്നുണ്ടോ അതോ നിന്റെ ഭാര്യയും മകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണോ? അപ്പൊ ഇവൻ തുറക്കുന്ന ലക്ഷണമില്ല. ഇവർ അറസ്റ്റ് ചെയ്ത് ജീപ്പ് കയറ്റണോ? രണ്ടെണ്ണോ നടക്കി ഇങ്ങോട്ട്. അപ്പൊ നിനക്ക് കുടുംബസ്നേഹം ഉണ്ടല്ലടാ? അച്ഛാ, എന്താ അച്ഛാ കേക്കുന്നെ? ഇതൊക്കെ സത്യാണോ? എന്താ അച്ഛാ, എന്തിനാ ഇങ്ങനെയൊക്കെ? അങ്ങോട്ട് പറയടി. അവര് പാവങ്ങളാ സാറേ. ഞാനല്ലേ തെറ്റ് ചെയ്തത്. ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. വേലായുധേട്ടാ, എന്താ ഇതൊക്കെ? പറ്റിപ്പോയി ശിവ, സംഭവിച്ചു പോയി. നടക്കടാ അങ്ങോട്ട്. ബാക്കിയെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വാ, വാടാ ഇങ്ങോട്ട്. പിടിച്ചു വലിക്കാതെ സാറേ, ഞാൻ വരില്ലേ. നടക്കങ്ങോട്ട്. കേറ്. ശിവേട്ട, അച്ഛനെന്തോ തെറ്റ് പറ്റിയതാ. രക്ഷിക്കണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. താൻ വന്നിട്ട് അധിക നേരം ആയില്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പഞ്ചിങ് ടൈമിങ്ങിന്റെ കാര്യത്തിലെ അപാകതകൾക്കെതിരെ ഒരു റിട്ടേൺ ഹർജി ഫയൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കളക്ടർ ശാലിനിയിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചു.
ശിക്ഷാ നടപടികൾക്കാണെങ്കിൽ കേരളത്തിലെ സകല സർക്കാർ ഓഫീസുകളും നിശ്ചലമാക്കാൻ തന്റെ ഈ ഒറ്റ ഹർജിക്ക് കഴിയും. കാരണം എല്ലാവരുടെയും ഓഫീസ് ടൈം 10:11 മണിയാ. പിന്നെ വന്നിരുന്ന് കുടുംബവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും കഴിഞ്ഞ് ഫയൽ തുറക്കുമ്പോ സമയം 12 ആവും. പിന്നെ ആ ഫയൽ അടയ്ക്കുമ്പോ ഉച്ച ഊണിനുള്ള സമയമാകുമെന്നായിരിക്കും താൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ വന്നത് അതിനൊന്നുമല്ല, തന്റെ അച്ഛന്റെ കേസിനെ കുറിച്ച് പറയാനാ. ഒരാളെ കൂടി ഇപ്പൊ പിടിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. തനിക്കറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. 100,000 പ്രശ്നങ്ങൾക്കിടയില അച്ഛന്റെ വക ഇപ്പൊ ഇങ്ങനൊരു കേസ് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ മീഡിയക്കാരിട്ട് കളിക്കാത്തതുകൊണ്ട് മാനം പോയില്ല. തൊണ്ടി മുതലോട് കൂടിയാ അച്ഛനെ പിടിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു പോരായ്മയാ. ഇതിപ്പോ ജാമ്യം കിട്ടാൻ പ്രയാസം ഉണ്ടാവോ? കോടതിയിൽ ഹാജരാക്കട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ ജാമ്യത്തിന് മൂവ് ചെയ്യാം. ഉം. പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി ചോദിച്ചറിയാനാ. ആ ശിശുക്ഷേമ വകുപ്പിൽ ഒരു കാര്യം ചോദിച്ചറിയാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും രീതിയിൽ ഒരു നീക്കുപോക്ക് നടത്തിയിരുന്നോ? അത് നാളെ അവിടെ ചെല്ലണം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പോയി അവിടെ സൂപ്രണ്ടിനെ ഒന്ന് കണ്ടാ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഷാലിനിയുടെ സമയം മെനക്കെടുത്തുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ ഫോണിൽ പറയാം. ഓക്കെ അരുണ. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിക്കണം. എസ്പെഷ്യലി യുവർ മൂർത്തി. ഓക്കെ ശാലിനി, എല്ലാവരോടും അന്വേഷണം പറഞ്ഞോളാം. പോരെ? ശരി. ഹലോ രേഷ്മ. ശാലിനി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതാ മെസ്സേജ് ചെയ്ത്. ആ ഞാനേ കോയമ്പത്തൂരായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞു. അതപ്പം തന്നെ ചോദിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചത്. എന്താ അറിഞ്ഞത്? ഇതറിഞ്ഞപ്പോ മുതല് ഞാൻ വളരെ കൺഫ്യൂസ്ഡാ. പല കാര്യങ്ങളും റിവൈൻഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഒന്നിനും എനിക്കൊരു ഉത്തരം കിട്ടുന്നുമില്ല. ശാലിനി ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാര്യം ഇത്രേ ഉള്ളൂ. ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണ്. ശിവനെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്നാ എനിക്കതറിയാൻ കഴിഞ്ഞേ. എന്റെ സംശയം വിഷ്ണുവേട്ടന്റെ ഹൃദയമാണോ ശിവന് നൽകിയിരിക്കുന്നെന്നാ. ഈശ്വര, എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള ചോദ്യമാണല്ലോ.